ടെക് വാർത്തകളിലേക്ക്. കാറുകൾക്ക് വില വർദ്ധിച്ചു. മാരുതിയും ടാറ്റയും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കാർ നിർമ്മാതാക്കൾ ഉൽപാദന ചെലവ് പരിഗണിച്ചാണ് വില വർധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്തെ കാർ നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ച വില വർധന നിലവിൽ വന്നു. വർദ്ധിച്ചു വരുന്ന ഇൻപുട്ട് ചെലവ് ചൂണ്ടിക്കാട്ടിയാണ് വില വർധന. പണപ്പെരുപ്പം ലഘൂകരിക്കാൻ ഇത് ആവശ്യമായ നീക്കമാണെന്നാണ് വാഹന നിർമ്മാതാക്കൾ പറയുന്നത്. ഏപ്രിലിൽ വില വർധന പ്രഖ്യാപിച്ച രാജ്യത്തെ ആദ്യത്തെ നിർമ്മാതാക്കളിലൊന്ന് മാരുതി സുസുക്കിയാണ്. മോഡലിനെയും വേരിയന്റിനെയും ആശ്രയിച്ച് 4% വരെ വർധനവാണ് കമ്പനി പ്രഖ്യാപിച്ചത്. ബലേനോ, ഓൾട്ടോ കേട്ടൻ, സ്വിഫ്റ്റ്, ഡിസയർ, ബ്രസ്സ, ഗ്രാൻഡ് വിറ്റാറ തുടങ്ങിയ മോഡലുകളുടെ വിലയിൽ മാറ്റം വരും. ടാറ്റ മോട്ടോഴ്സ് 3% വരെ വർധന പ്രഖ്യാപിച്ചു. ഇതോടെ നെക്സോൺ, ടിയാഗോ, കർവ് തുടങ്ങിയ മോഡലുകളുടെയും അവയുടെ ഇലക്ട്രിക് പവർ ട്രെയിൻ പതിപ്പുകളുടെയും വിലയിൽ മാറ്റം വരുത്തും. ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ വില വർധനവ് പ്രഖ്യാപിച്ചിട്ടില്ല. ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കൾ 2% വില കൂട്ടുന്നത്. താർ റോക്സ്, സ്കോർപിയോ എൻ, XUV 700 തുടങ്ങിയ നിരവധി മഹീന്ദ്രകളുടെ ജനപ്രിയ SUVകൾ അടക്കമുള്ളവയ്ക്ക് 3% വരെ വില കൂടും. കിയ, ഹ്യൂണ്ടായി എന്നിവയും 3% വർധനയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. റെനോ, ഹോണ്ട എന്നിവയ്ക്കും വില ഉയരും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയുടെ IT മേഖലയിൽ തൊഴിൽ സമ്മർദ്ദം. 4-1 ആഴ്ചയിൽ 70 മണിക്കൂറിലധികം ജോലി ചെയ്യുന്നുണ്ടെന്ന സർവേ ഫലം. ഇന്ത്യയിലെ IT മേഖലയിലെ ജീവനക്കാർ കൂടുതൽ സമയം ജോലി ചെയ്യുന്നതായി അടുത്തിടെ നടത്തിയ ഒരു സർവേയിൽ കണ്ടെത്തി. ഏകദേശം 25% പേർ ആഴ്ചയിൽ 70 മണിക്കൂറിലധികം ജോലി ചെയ്യുന്നു. പ്രൊഫഷണലുകൾക്കായുള്ള അജ്ഞാത കമ്മ്യൂണിറ്റി ആപ്പായ ബ്ലൈൻഡ് മാർച്ചിൽ നടത്തിയ ഒരു സർവേ പ്രകാരം 83% പേർക്കും ജോലി സമ്മർദ്ദം അനുഭവപ്പെടുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ജോലി ആഴ്ചകളുള്ള മുൻനിര കമ്പനികൾ അഡോബ്, ഊബർ, ഇൻമോബി, സെയിൽസ് ഫോഴ്സ്, വാൾമാർട്ട്, സ്പ്രിംഗ്ലർ, ഒറാക്കിൾ, കൊഹസിറ്റി എന്നിവ ഉൾപ്പെടുന്നു. ഇത്രയും മണിക്കൂറുകൾ ജോലി ചെയ്താലും വീട്ടിലെത്തിയിട്ടും ജോലി ചെയ്യേണ്ട അവസ്ഥയാണെന്ന് ജീവനക്കാർ പറയുന്നു. ജോലി സംബന്ധമായ ഫോൺ കോളുകൾക്ക് ഓഫീസ് സമയം കഴിഞ്ഞും മറുപടി നൽകേണ്ടി വരുന്നതായി 68% പേർ പറയുന്നു. ദീർഘനേരം ജോലി ചെയ്യേണ്ടി വരുന്നതിന് സമ്മർദ്ദമുണ്ടെന്ന് ഏകദേശം 75% പേർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയിലെ നിസാന്റെ ഓഹരികൾ റെനോ ഏറ്റെടുക്കും. ചെന്നൈയിലെ നിർമ്മാണ പ്ലാന്റിന്റെ പൂർണ്ണ നിയന്ത്രണം റെനോയ്ക്കായിരിക്കും. ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ നിസാനുമായി സംയുക്ത സംരംഭം ആരംഭിച്ചതോടെ ഇന്ത്യയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം റെനോ ഗ്രൂപ്പ് ഏറ്റെടുക്കും. തുടർന്നും 2 ബ്രാൻഡുകളും അവരുടെ ബ്രാൻഡ് നാമത്തിൽ ഇന്ത്യൻ വിപണിയിൽ സേവനം തുടരും. സംയുക്ത സംരംഭത്തിന് കീഴിലുള്ള നിർമ്മാണ കേന്ദ്രം നിസാൻ തുടർന്നും ഉപയോഗിക്കും. നിലവിൽ നിസാൻ കൈവശം വെച്ചിരിക്കുന്ന 51% ഓഹരികൾ ഏറ്റെടുത്ത ശേഷം റെനോ ഗ്രൂപ്പ് റെനോ നിസാൻ ഓട്ടോമോട്ടീവ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കും. റെനോ നിസാൻ ഓട്ടോമോട്ടീവ് ഇന്ത്യയുടെ പൂർണ്ണ ഉടമസ്ഥാവകാശം നേടുന്നതിന് ഏകദേശം 1850 കോടി രൂപ നിക്ഷേപം ആവശ്യമാണ്. വരാനിരിക്കുന്ന റെനോ ഡസ്റ്ററിന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിസാൻ ഒരു പുതിയ C സെഗ്മെന്റ് SUVയും റെനോ ട്രൈബറിന്റെ അതേ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു B സെഗ്മെന്റ് 7-സീറ്റർ MPVയും അവതരിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ഇന്ത്യൻ വാഹന വിപണി മികച്ച നേട്ടം സ്വന്തമാക്കിയതായി കണക്കുകൾ. കിയ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഐഷർ മോട്ടോഴ്സ് എന്നീ വാഹന നിർമ്മാതാക്കളാണ് മാർച്ചിൽ മികച്ച വിൽപ്പന നടത്തിയത്. മഹീന്ദ്രയുടെ മൊത്തം ട്രാക്ടർ വിൽപ്പന മാർച്ചിൽ 34,934 യൂണിറ്റുകളായി ഉയർന്നു. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ വിറ്റ 24,276 ട്രാക്ടറുകളിൽ നിന്ന് 34% വാർഷിക വളർച്ചയാണ് ഈ വർഷം രേഖപ്പെടുത്തിയതെന്ന് M&M അറിയിച്ചു. കഴിഞ്ഞ കാലയളവിലെ കയറ്റുമതി 2,352 യൂണിറ്റായിരുന്നു. റോയൽ എൻഫീൽഡ് നിർമ്മാതാക്കളായ ഐഷർ മോട്ടോഴ്സ് ലിമിറ്റഡ് മാർച്ചിൽ 1,01,021 മോട്ടോർ സൈക്കിളുകൾ വിറ്റു. 34% വാർഷിക വളർച്ചയാണ് കമ്പനി രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം പൂർത്തിയായപ്പോൾ 1 ദശലക്ഷം യൂണിറ്റുകളാണ് എൻഫീൽഡ് വിറ്റഴിച്ചത്. കഴിഞ്ഞ മാസം ഔഡി വാഹനങ്ങളുടെ വിൽപ്പനയിൽ 17% വളർച്ച നേടി. മൊത്തം 1,223 യൂണിറ്റുകളാണ് ഔഡി വിറ്റഴിച്ചത്. കിയയുടെ വാഹന വിൽപ്പന 4% വർദ്ധിച്ചു. കിയയുടെ ത്രൈമാസ വിൽപ്പന 75,576 യൂണിറ്റായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വിറ്റ 65,369 യൂണിറ്റുകളെ അപേക്ഷിച്ച് 15.6% വർധന രേഖപ്പെടുത്തി. 2023-24 സാമ്പത്തിക വർഷത്തിലെ 2,45,634 യൂണിറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ കിയ ഇന്ത്യ 2,55,207 യൂണിറ്റുകളുടെ വാർഷിക വിൽപ്പനയും നേടി. കിയ 26,892 യൂണിറ്റുകൾ വിദേശത്തേക്ക് അയക്കുകയും ചെയ്തു. MG ഇന്ത്യ 2025 മാർച്ചിൽ 5,500 യൂണിറ്റുകളുടെ വിൽപ്പന രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യൻ ഊർജ്ജ കമ്പനികൾ ആണവോർജ്ജ ഉൽപ്പാദനത്തിന് പദ്ധതിയിടുന്നു. പുതിയ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതടക്കമുള്ള നീക്കങ്ങളാണ് കമ്പനികൾ പരിഗണിക്കുന്നത്.
2047 ആകുമ്പോഴേക്കും ഇന്ത്യ ആണവോർജ്ജ ശേഷി 100 ജിഗാവാട്ടായി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. NTPC, ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ടാറ്റ പവർ, അദാനി പവർ എന്നിവ ഉൾപ്പെടെ പൊതു സ്വകാര്യ മേഖലയിലെ കമ്പനികൾ വിപുലീകരണ പദ്ധതികൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഒഡീഷ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലായി പുതിയ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത് പരിഗണനയിലുണ്ടെന്നാണ് സൂചന. ഇന്ത്യയിലെ ആണവോർജ്ജ ഉൽപാദനം കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ആണവോർജ്ജ മിഷൻ ചട്ടക്കൂട് വികസിപ്പിക്കുന്നതും ആണവോർജ്ജ നിയമത്തിലെ ഭേദഗതികളും നിലവിൽ സർക്കാർ പരിഗണനയിലുണ്ട്. ഈ മാറ്റങ്ങൾ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കും, കൂടുതൽ നിക്ഷേപങ്ങൾ സാധ്യമാക്കുക, ശേഷി വികസനം ത്വരിതപ്പെടുത്തുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലിഥിയം ബാറ്ററിയുടെ വിലയിടിവ് EV മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇന്ധന വാഹനങ്ങൾ മൂലമുള്ള മലിനീകരണം ഇന്ത്യയ്ക്ക് വെല്ലുവിളിയെന്നും മന്ത്രി. ഇന്ധന ഇറക്കുമതിക്കായി രാജ്യം പ്രതിവർഷം 22 ലക്ഷം കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. ഇത്തരം ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് ഇന്ത്യക്ക് സാമ്പത്തിക ബാധ്യതയാണെന്നും മറ്റ് ഊർജ്ജ രീതികൾ സ്വീകരിക്കുന്നത് രാജ്യത്തിന്റെ പുരോഗതിക്ക് നിർണായകമാണെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു. സുസ്ഥിര ഊർജ്ജത്തിലേക്കുള്ള ഇന്ത്യയുടെ മാറ്റത്തിന് ബാറ്ററി സാങ്കേതിക വിദ്യയിലെ പുരോഗതിയാണ് പ്രധാനമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2014 മുതൽ ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ മേഖലയിലെ ദ്രുതഗതിയിലുള്ള വളർച്ച ജപ്പാനെ മറികടന്നു. ആഗോളതലത്തിൽ വേഗത്തിൽ വളർച്ച നേടുന്ന മൂന്നാമത്തെ വലിയ രാജ്യമായി ഇന്ത്യ മാറിയെന്ന് ഗഡ്കരി പറഞ്ഞു. 2030ഓടെ ഇന്ത്യ EV ഉൽപാദനത്തിൽ ലോകത്തിന്റെ മുൻനിരയിലെത്തുമെന്നും ഇത് ആഗോള വാഹന വിപണിയെ സാരമായി സ്വാധീനിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ വില കുറച്ചായി എണ്ണ കമ്പനികൾ. 19 കിലോഗ്രാം വാണിജ്യ LPG ഗ്യാസ് സിലിണ്ടറുകൾക്ക് 41 രൂപയാണ് കുറച്ചത്. ഡൽഹിയിൽ പുതുക്കിയ റീറ്റെയിൽ വിൽപ്പന വില ഇപ്പോൾ 1762 രൂപയാണ്. ചെന്നൈയിൽ വില 1921.50 കൊച്ചിയിൽ 1767 മുതൽ 1769 രൂപ നിരക്കിലാകും വാണിജ്യ സിലിണ്ടറുകൾ ലഭിക്കുക. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഉൾപ്പെടെ LPGയെ ആശ്രയിക്കുന്നവർക്ക് ഇത് ആശ്വാസമാകും. ആഗോള അസംസ്കൃത എണ്ണ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകളും മറ്റ് സാമ്പത്തിക ഘടകങ്ങളും മൂലം LPG വില പതിവായി പുതുക്കാറുണ്ട്. ഈ മാറ്റങ്ങൾ പലപ്പോഴും ഗാർഹിക LPG വിലയിൽ പ്രകടമാകാറില്ല. കഴിഞ്ഞ മാസം പ്രധാന നഗരങ്ങളിൽ വാണിജ്യ LPG സിലിണ്ടർ വില 6 രൂപ വർദ്ധിച്ചിരുന്നു. ഫെബ്രുവരിയിൽ 7 രൂപ കുറച്ചതിന് ശേഷമായിരുന്നു ഈ വർധനവ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.